ദമ്പതികൾക്കിടയിൽ സന്തോഷം ഉണ്ടാകുന്നത് ചെറിയ ടിപ്പ് പറയട്ടെ. സാധാരണഗതിയിൽ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ എവിടേക്ക് നമ്മൾ നീങ്ങുമ്പോഴും നമ്മൾ കുട്ടികളുണ്ടാവും, പ്രത്യേകിച്ച് സഹോദരിമാർ. മക്കളില്ലാത്ത ഒരു സമയം ഉണ്ടാവാറില്ല. മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യണം. അത് അല്ലാഹു തആല ഏറ്റവും കൂലി തരുന്നൊരു കാര്യമാണ്. കൂട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തമായി നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടാവുക, രണ്ടുപേരൊറ്റയ്ക്ക് സംസാരിക്കാനും ഇരിക്കാനും കാര്യങ്ങൾ പറയാനും പഴയ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും പറയാനല്ലാതെ റൊമാൻറ്റിക് ആവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ഒരു ദിവസം ജസ്റ്റ് മക്കളെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഏൽപ്പിച്ച് ഒന്ന് പുറത്തു പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് സമയം സ്വന്തമായി ഒന്നിരുന്ന് മറ്റു ചിന്തകളിലേക്കൊന്നും പോവാതെ ഇരുന്ന് കൈപിടിച്ചോ നടന്നും ഇരുന്നും വെള്ളം കുടിച്ചും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നോക്കിയേ. വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ആ ഫീൽ നിങ്ങൾക്ക് വരും. പക്ഷേ ഉള്ളിലെ ടെൻഷനുകളോ അല്ലെങ്കിൽ വെറുപ്പുകളോ ഒന്നും ഇതിലേക്കും എടുത്തിടാൻ തീരുമാനിച്ച് നമുക്ക് രക്ഷയൊന്നുമില്ല. ഒരു ചെറിയ ഔട്ടിങ്, തൊട്ടടുത്തേക്ക് പോയാൽ മതി. ഒരു ബീച്ച്, അതും സ്വന്തമായിട്ട് പോവുക, കുറച്ച് സമയം സ്വന്തമായിട്ട്. കാരണം നിങ്ങൾ ഒന്നിച്ചത് നിങ്ങൾ രണ്ടുപേരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാനും അല്ലാഹു തആല ചേർത്ത് വെച്ച അഥവാ പൂർണ്ണതയ്ക്ക് വേണ്ടി ചേർത്ത് വെച്ച് തന്ന ബന്ധങ്ങളാണ്. അതിന് സന്തോഷം മാക്സിമം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുക. പിന്നീട് ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഒരു ദിവസമൊക്കെ ഒരു ചെറിയ റിസോർട്ടൊക്കെ എടുത്ത് നിങ്ങൾ സ്വന്തമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അത് ശേഷമുള്ള കുട്ടികളുമൊത്തും കുടുംബമൊത്തുമുള്ള സ്ട്രഗിൾ ജീവിതത്തിലേക്കുള്ള ഒരു എനർജി ആയിട്ടത് മാറും. ഒരു കാര്യം കൂടി പറയാം, ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയും എത്ര നല്ല ബന്ധമായിരുന്നു. മറ്റു ഭാര്യമാരോടൊക്കെ നല്ല ബന്ധമുണ്ട്. മുത്തുനബിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും പുറമേ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്കെൻ്റെ ഖദീജയുടെ അടുക്കൽ എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നൊരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഭാര്യ എങ്ങനെയായിരിക്കും? ആ ദമ്പതികൾ എത്ര വലിയ കൂട്ടായിരിക്കും, എത്ര വലിയ സന്തോഷമായിരിക്കും. ആ മഹാന്മാർ അഥവാ ഖദീജ ബീവിയുടെയും മുത്തുനബിയുടെയും പേരിൽ യാസീനുകൾ പതിവാക്കുന്നവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാവാറുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഓൾ ദ ബെസ്റ്റ്. സന്തോഷങ്ങളുണ്ടാവട്ടെ.